ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ഇൻ മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഹൈഡ് ഫ്രം സോംബീസ്. അപ്പോൾ ഈ ഗെയിം പ്രത്യേകിച്ചൊന്നുമില്ല ഗായ്സ്. നമുക്കിപ്പോൾ ഈ ഗെയിമിൽ ഈ സോംബികളിനൊക്കെ നമ്മൾ കൊല്ലണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഹൈഡ് ചെയ്യണം. ഗെയിമിന് ശരിക്കത്തെ പേര് ഹൈഡ് ഫ്രം സോംബീസ് എന്നാണ്. പക്ഷെ നമുക്ക് ഈ ഗെയിമിന് സർപ്രൈസ് കൊടുത്തിരിക്കുന്നത് ഗായ്സ്. അപ്പോൾ നമുക്ക് ഗെയിമിൽ കയറി നോക്കാം. നമുക്ക് വെയിറ്റിംഗ് ഫോർ പ്ലേയേഴ്സിന് വന്നിട്ടുണ്ട്. ദ ലോഡിംഗ് സ്ക്രീൻ ഹാർട്ട് ബീറ്റ് സെൻസിറ്റീവ് ഗായ്സ്. അതൊക്കെയാണ് നമ്മളത് വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ലോഡിംഗ് സ്ക്രീനായി. നോക്കാം ഇനി എന്താ സംഭവിക്കുന്നത്. ലോഡിങ് ഫുള്ളായി ഗൈസ്. ഇവിടുത്തെ ആ ഗെയിമിന് സ്പാൻ ഇരിക്കുകയാണ്. അപ്പോൾ സ്പാം വന്നു ഗൈസ്. നമ്മളിപ്പോൾ ഒരു ഗണ്ണ് കെട്ടിയിട്ടുണ്ട്, എടുക്കാൻ കിട്ടണില്ല. ഞാനിപ്പോൾ കൊത്ത് കൊടുത്തപ്പോൾ കിട്ടിയില്ല. നമ്മളിപ്പോൾ ഇതിങ്ങനെ ക്ലെയിം ചെയ്യാൻ തോന്നുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് എന്താ സംഭവം ഒന്നും പിടിയില്ല. മൾട്ടിപ്ലെയർ ആണ് പോകുന്നത് ഗൈസ്. മൾട്ടിപ്ലെയർ അല്ല ഇത്, ഇങ്ങനെ നമ്മൾ മൾട്ടിപ്ലെയർ അല്ല ഗൈസ്. നമുക്ക് നമ്മളെ കൂട്ടുകാരന്മാരപ്പോൾ കളിക്കുകയൊക്കെ ചെയ്യാം. നമ്മളെ മിനി വീട്ട് കളിച്ച പോലെ കളിക്കുക. 3 പേർക്ക് ഇൻഫെക്റ്റഡ് ആയിരിക്കുകയാണ് നമ്മുടെ സോംബി. നമ്മുടെ പ്ലേയേഴ്സൊക്കെയാണ്. ഗണ്ണ് നമ്മുടെ ഒരു സൈലൻസർ വെച്ചിട്ടുള്ള ഗണ്ണാണ്. ഇത് ഏതാ വഴി? എടാ മോനെ, ഇത് സീനി സാധനം. അതാ എവിടെ വന്നു ഇനി? അടിപൊളി ഇത് പിന്നെ തിരിക്കാനുള്ളതാ, വേറൊന്നുമില്ല. പൊളിക്കുക ഗൈസ്, പൊളിക്കുക. അതാ നമുക്ക് എമോ ടീമിനോടന്ന് നമ്മുടെ ഹീൽ ബോക്സിലും നമ്മുടെ ഹെൽത്ത് ഇപ്പോൾ ഫുള്ളാണ്. 175 200 HP നന്നായി ഉണ്ടാവും. ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിവിടെ വേറെ കണ്ണ് കിട്ടിയിരിക്കുന്നത് M4A1 ഗൈസ്. ഫ്രീ ഫയർ, പബ്ജിയിൽ എല്ലാത്തിലുള്ള ഒരു കണ്ണാണ്. അത്യാവശ്യം എല്ലാ ഗെയിംസിലുണ്ട്. അപ്പോൾ ഈ ഗെയിമിലുണ്ടാണല്ലോ. ഇത് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിലുള്ള എമോ കളർ വേസ്റ്റാക്കി ഞാൻ മറ്റേ പിസ്റ്റലിലിട്ട് ഗൈസ്. മേലെ നമുക്ക് സോംബിനെ കണ്ടു. ഈ സോംബി ഹൈഡാണ് കൊടുക്കുന്നത്. ഈ ഗണ്ണ് ഫയർ ചെയ്യാൻ പറ്റും ഗൈസ്. ഈ ഗെയിം കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ ഈ സോംബി ചാകാൻ കുറച്ച് പണിയുണ്ട്. എന്താ വെച്ചാൽ സോംബിൻ്റെ ഹെൽത്ത് 1200, ഞങ്ങളുടെ 175 അപ്പോൾ അതിൽ വീട്ടിലുള്ള ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഗൈസ് നോക്കുക, ഈ അടി ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ട് ഞാൻ തീർന്നുണ്ടാവും. പക്ഷെ അവനൊക്കെ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട് തോന്നാലോ. അപ്പോൾ ഞാൻ അവനെ 2 അടിയൊക്കെ അവൻ തീർന്നു. പക്ഷെ എൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഒരുത്തം വീണ്ടുക ഗൈസ്. നല്ല മാസ്ക് ഒക്കെ ഇട്ട് നല്ല അതാ ഞാൻ പെട്ടു ഗൈസ്. എല്ലാ രക്ഷപ്പെട്ടു. ഞാൻ ഫുൾ ഹെഡ്ഷോട്ടാണ്. പബ്ജി കളിക്കുന്ന പോലെ ഉണ്ട്. പബ്ജി എന്നല്ല, പബ്ജിയൊക്കെ സെറ്റ് ഗെയിമാണ്. അപ്പോൾ അതല്ല, പബ്ജീൻ്റെ ഒരു എയിം പോലെ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ മതി. ഈ കാർട്ടൂൺ ഗെയിമൊന്നും പബ്ജിക്കും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് പോയിട്ടിപ്പോൾ ഈ എമോ റീലോഡ് ചെയ്യാം. സെറ്റ് ഗൈസ്. എൻ്റെ മേലേക്ക് നല്ല ഡാമേജ്. ഞാനവിടെ കുടുങ്ങി ഗൈസ്. ആ ഒരു പൊട്ടി കിടക്കുന്ന സാധനത്തിൽ ഞാൻ കുടുങ്ങി. ഹെൽത്ത് ഫുള്ള് 136 ഹെൽത്തായി. അതാ ഈ ചെയറുകാരനാണ് ഞാൻ അപ്പളപ്പെട്ടത്. അതിന് തൊടാൻ പറ്റില്ലായിരുന്നു. ഞാൻ ചാടി വന്നു. അടിപൊളി. ഓടിച്ചനെ മണ്ടയിലെ വിട്ടു. എല്ലാവരും ഞെത്തു ഗൈസ്. ഞാൻ മാത്രം ഒരു ഹ്യൂമൻ ആയിട്ടുള്ളൂ. ഇപ്പം ഞാൻ റീസ്പോൺ ആയില്ല പറഞ്ഞാൽ കഴിഞ്ഞു ഗൈസ്. തന്നത് കാമയാമയോ ഗൈസ്. എൻ്റെ ഹെൽത്ത് നോക്കുക ഗൈസ്, 36 ഹെൽത്ത്. ഇനി 1 മിനിറ്റ് ഞാൻ സർവൈവ് ചെയ്യണം, എന്നാലും ഞാൻ ജയിക്കുള്ളൂ. ഒന്ന് ചെയ്യാം ഗൈസ്. നമുക്ക് ആദ്യം ഹീലെടുക്കാം, എമോ എടുക്കാം. പൊളി. ആദ്യം പറഞ്ഞു ഗൈസ്. എൻ്റെ ഫ്രണ്ടിൽ തന്നെ 2 നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ പൊട്ടനാക്കിയിട്ട് ഫ്രണ്ടിൽ നടന്നു ഗൈസ്. ഇവന്മാരെ അടിച്ചിട്ടൊന്നും കാര്യം നോക്കൂ ഗൈസ്. ചാവില്ല അവന്മാർ. നോക്കുതോ ഇവൻ വന്നപ്പോൾ ഇനിയും ഒന്ന് കാമയാമയും കൊണ്ട്. ഇവൻ്റെ ഒരു ഒന്ന് പച്ച കളറിലിട്ട് സാധനം എന്താ അവൻ തന്നെ. ഇപ്പോൾ ഇടുന്ന് വയ്ക്കോ. 50 സെക്കൻഡേ ഉള്ളൂ. സെറ്റ് അടിപൊളിയാണ്. അപ്പോൾ ഗൈസ് വേറൊന്നും പറയാനില്ല. നമ്മൾ അമ്മാൻ്റെ ഒക്കെ തന്നെ ഇതല്ലല്ലോ പൊട്ടനാക്കിയിട്ടൊന്നും വിചാരിച്ചു. നമ്മൾ അവനെ ഒന്നും ചെയ്തിട്ടില്ല ഗൈസ്. ഫുള്ള് അല്ല, ഹെൽത്ത് ഫുള്ളല്ല, ഫുള്ളായാൽ മതിയായിരുന്നു. 29 സെക്കൻഡ് ലെഫ്റ്റ് ഗൈസ്. ബടിയ ഒപ്പി എന്താവും നോക്കാം. സെറ്റ്. അവൻ്റെ ഫ്രണ്ട് ഗൈസ്. ഞാൻ എന്തൊരു പൊട്ടനാക്കിയ എന്നെ. ഒരു പൊട്ടനാവാന്ന് ഇങ്ങനെ പൊട്ടനാക്കിയ എൻ്റെ ഗൈസ്. ഇത് വലിയത് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ഗ്രാഫിക്സ് ആണ്. പക്ഷേ ഇത് മൈൻക്രാഫ്റ്റ് പെട്ടി ഇതിൽ ചെറിയൊരു സർക്കിൾ കർവുണ്ട് ക്യാരക്ടേഴ്സ്. അത്രയേ ഉള്ളൂ. ഒരു റോബ്ലോക്സ് പോലെ തന്നെ വിചാരിച്ചോളി. റോബ്ലോക്സിൽ ഒരു മോഡ് കളിക്കുന്ന പോലെയുണ്ട്. സർവൈവർ വിൻസ്. ഞാനാണ് ഇവിടെ ഫസ്റ്റ് കാക്കറോട്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ക്യാരക്ടർ. നല്ല തൊപ്പിയും നല്ല ബ്രോവൽ സ്റ്റാറിൻ്റെ ബനിനൊക്കെ ഇട്ടിട്ട് റൂബി റഷ്. റേറ്റിംഗ് ഒക്കെ വന്നപ്പോഴേക്കും ഞാൻ നേരത്തെ കൊടുത്തു ഗൈസ് 2 സ്റ്റാർ റേറ്റിംഗ്. ഗെയിമൊന്നും സൂപ്പറായിട്ടുണ്ട്. എന്നാലും ചില കാര്യങ്ങളൊന്നും എസ്കേപ്പും ഉണ്ട് വിത്ത് ഫ്രണ്ട്സ്. ഇതൊക്കെ വന്നാൽ സെറ്റായി. പക്ഷെ ഇതിൽ കുറേ
കാൻറ്റീൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കൊടുത്തത് ഡിഫെൻസ് ആണ്. ഡിഫെൻസ് നോക്കാം ഇനി നമുക്ക്. ഗെയിം ബിൽ സ്റ്റാർട്ടിങ്. ഇല്ല ഗൈസ്, ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. കാര്യമില്ല. ഏടാ കാറമ്മ എടുക്കാൻ. ഇതെന്താ ഗൈസ്, സെറ്റാണല്ലോ. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ആഡ് വന്നു. അപ്പോൾ ആഡിന് ശേഷം നമ്മളിതാ പിന്നെയും വന്നിരിക്കുകയാണ് ഗെയിമിലേക്ക്. ഇപ്പം പിന്നെ നമ്മൾ കാൻറ്റീൻ കൊടുത്തിട്ട് ഒന്നും ആണില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പം നമ്മൾ ഈ തൽക്കാലം ഈ ഗെയിം നിർത്തിയാലോ എന്ന്. പിന്നെ തോന്നി പിന്നെയും കളിച്ചാലോ എന്ന്. പിന്നെ ഞാൻ റെഡി കൊടുത്തു. പിന്നെ ഞാൻ സ്റ്റാർട്ട് കൊടുത്ത് നോക്കി. അതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ പിന്നെ ആ കറക്കം അങ്ങോട്ട് തെളിയാണ്. അപ്പം ഞാനൊന്ന് വിചാരിച്ച് ഇതെന്ത് പോക്കാനാണ്, ഇങ്ങനെ വെറുതെ ഈ ഗെയിമിൽ ടാളിട്ട് പൊട്ടനാക്കുകയാണെന്ന് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് ഈ ബോർഡെന്നാണ് നമുക്ക് സാധാരണ മുമ്പ് കളിച്ചാലും മതി. ഇതിനെ തോന്നിയിട്ട് ഞാൻ ഒന്ന് റെഡി കൊടുത്തതുള്ളൂ ഗൈസ്. അപ്പോഴാണ് ഈ സംഭവം പിന്നെയും സ്റ്റാർട്ടായത്. 4-4 കാണിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡിഫെൻസ് ആയിരിക്കും എന്ന് തോന്നിയിട്ട് ഞാൻ ശരിയുണ്ട് അത് ബാക്ക് അടിച്ചിട്ട് വേറെ കയറി ഗൈസ്. അപ്പോൾ ഇനി എന്താണെന്ന് അറിയില്ല. അതിന് ശേഷം നമ്മളൊന്നും കൂടി കൊടുത്ത് നോക്കിയപ്പോഴാണ് നമുക്ക് ഈ സംഭവം വന്ന് കിട്ടിയത്. ആഡ് ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. അത് ഞാൻ കുറേ സീൻ കട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ആഡ് തന്നെ ഉള്ളൂ. ഞാൻ അടിച്ച് പറയാം, ഈ ആഡാണ് ഇതിൽ എനിക്ക് തീരെ പിടിക്കാണ്ടായത്. അപ്പോൾ ആഡും കൂടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് ഡെവലപ്പ് ആകുകയാണെങ്കിൽ കൂടി ഇത്തിരി കുഴപ്പമില്ല. ആഡ് എന്തായാലും ഇപ്പോൾ എല്ലാ ഗെയിംസിലും ഉള്ള കാര്യം ഇതാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ ഗെയിമിന് ശേഷം അടുത്ത ഗെയിമാണ് ഞാൻ കളിക്കാൻ പോകുന്നത്. വെറും 63 MB ഒരു റേസിംഗ് ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ആ സീരീസ് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ ഗെയിമാണ്. കാരണം അങ്ങോട്ട് ഓടിക്കളിക്കുന്ന ഗെയിം തന്നെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അത് കളിക്കാനാണ് വിചാരിച്ചത്. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് കംപ്ലീറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കിയത് അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിമിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. പിന്നെ എന്നെ അതേ വീഡിയോകൾ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് പറയാൻ കൂടി വയ്യ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ല ഗൈസ്. നിങ്ങൾ വരും നോക്കിയിട്ട് പോകും. വ്യൂസൊക്കെ വളരെ കമ്മിയാണ്, അതൊക്കെ മനസ്സിലായി. എന്നാലും കാണുന്നവർ ജസ്റ്റെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് തട്ടിയിട്ട് പോയിക്കോളൂ. കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്. എനിക്കൊരു ലാഭം, നിങ്ങൾക്ക് വല്ല ലാഭമൊന്നുമില്ലല്ലോ. എനിക്കെങ്കിലും ഒരു ചെറിയൊരു ഉപകാരം പോലെ വിചാരിച്ചാൽ മതി. അപ്പോൾ പ്ലീസ് എൻ്റെ ഈ ചാനലായ കാക്കറോട്ട് എഡിറ്റ്സിനെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ഗെയിം പ്ലേ എനിക്ക് ഇത്രത്തോളമേ ഉള്ളൂ. ഇതിനെ ബാക്കി ഞാൻ നിങ്ങൾക്ക് ഇടണമെങ്കിൽ നിങ്ങൾ എനിക്ക് പാട്ട് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ നിൻ്റെ പാട്ട് വിട്ട് തരാം ഗൈസ്. അപ്പോൾ റെഡി.